ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. +1 +2 തുല്യതാ പരീക്ഷ എഴുതി അതിന്റെ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന പഠിതാക്കൾക്ക് വേണ്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാറ്ററാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് ഈ വീഡിയോയിലൂടെ നൽകാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ അത് സഹായിക്കും. കൂടാതെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ ഓർമ്മപ്പെടുത്തുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ കണ്ടതാണ് +1ന്റെ ഇംപ്രൂവ്മെന്റ് റിസൾട്ട്. അതായത് നിങ്ങൾ ഇംപ്രൂവ് ചെയ്തവരാണെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. ആ റിസൾട്ടിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നത് എന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ വീണുപോയവരുണ്ടാകും, അതുപോലെ തന്നെ ഉയർന്നു വന്നവരൊക്കെ ഉണ്ടാകും. വീണുപോയവരൊക്കെ ഇനി എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ തുടർച്ചയായിട്ടുള്ള വീഡിയോകളിൽ നിങ്ങളുടെ മുന്നിലേക്ക് അത് എത്തിക്കും. ഓക്കെ, എന്തൊക്കെയാണ് നിങ്ങൾ ഇനി ഭാവി പരിപാടികൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇത് ഇവിടെ കൊണ്ട് അവസാനിപ്പിച്ചു പോകരുത് എന്നുള്ളതാണ്. മാത്രമല്ല, നിങ്ങൾ ഇംപ്രൂവ്മെന്റിൽ ഇനി അഥവാ വല്ല വീഴ്ചയും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ +2വിന്റെ റിസൾട്ട് വരാനിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ആ റിസൾട്ട് ഒന്ന് കേമമാണെങ്കിൽ, അതായത് നിങ്ങൾ ഏതിലാണോ വീഴ്ച പറ്റിയിട്ടുള്ളത് ആ വീഴ്ച പറ്റിയിട്ടുള്ളതിന്റെ റിസൾട്ട് വളരെ കേമമായിട്ടുള്ള ഒരു റിസൾട്ട്, നല്ല മാർക്കോട് കൂടിയുള്ള റിസൾട്ട് ആണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ആ റിസൾട്ട് കൂടി വരട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ഭാവിയിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ന് പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് നമ്മളുടെ +2വിന്റെ റിസൾട്ട് എന്ന് വരുന്നതാണ്. +1ന്റെ ഇംപ്രൂവ്മെന്റ് വന്ന സ്ഥിതിക്ക് +2വിന്റെയും അതുപോലെ റെഗുലർ ഈ ഇംപ്രൂവ്മെന്റ് അല്ലാതെ ഉള്ള +1ന്റെയും റിസൾട്ട് മിക്കവാറും നമ്മുടെ ഈ നെക്സ്റ്റ്, അതായത് സെപ്റ്റംബർ ഒരു 5-ാം തീയതിക്കുള്ളിൽ നിങ്ങളുടെ റിസൾട്ട് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ +2വിന്റെ +2 ഇക്വലൻസി അഥവാ തുല്യത പരീക്ഷ എഴുതിയിട്ടുള്ള കേരളത്തിലെ എല്ലാ പഠിതാക്കളുടെയും +2വിന്റെ റിസൾട്ട് സെപ്റ്റംബർ 2025 സെപ്റ്റംബർ 5-ാം തീയതിക്കുള്ളിൽ എന്തായാലും വരുന്നതാണ്. ഓക്കെ, അപ്പോൾ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇന്നിപ്പോൾ നമുക്ക് ഏകദേശം 29-ാം തീയതിയാണ്. ഓക്കെ, ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് 29-ാം തീയതിയാണ്. അപ്പോൾ 29-ന് ശേഷം നമുക്ക് ഏകദേശം ഒരു 4-5 ദിവസം അതിനുവേണ്ടി തൽക്കാലം വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മിക്കവാറും നമ്മളുടെ ഈ ഒരു ഓണ സമ്മാനം എന്ന രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ റിസൾട്ട് ലഭ്യമാകും എന്ന് തന്നെയാണ് ഉറപ്പാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും പുതിയൊരു അപ്ഡേറ്റ് എപ്പോൾ കിട്ടുന്നുവോ ആ സമയത്ത് നിങ്ങളിലേക്ക് അത് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും സ്റ്റേ ട്യൂൺ എന്നാണ് പറയാനുള്ളത്. കൂടെ നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.